ക്രോഷറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഹുക്കിൻ്റെ സൈസ് അറിയില്ല, ഹുക്കിൻ്റെ സൈസ് അറിയില്ല, ഒന്നും അറിയില്ല. അല്ല നമുക്കിപ്പോൾ ഇന്ന് നമുക്കെല്ലാം പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് മാർക്കറാണ്. ഇത് സ്റ്റിച്ച് മാർക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് തന്നെ അത് വളഞ്ഞ് പോകാണ്ട് വേണ്ടിയിട്ട് ഓരോ സ്റ്റിച്ചിന് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ഓരോ ഇതുണ്ടാവില്ലേ, ഓരോ ചെയിൻ സ്റ്റിച്ചായിട്ട് വരുന്നത്, അതിന് സ്റ്റിച്ച് മാർക്കറാണിത്. ഇത് മീഷോയിലും ആമസോണും അല്ല ഫ്ലിപ്കാർട്ടിലെല്ലാം അല്ല അവൈലബിളാണ്. എല്ലാം ഇതെല്ലാം കിട്ടും, മീഷോയിലെല്ലാം കിട്ടും. പിന്നെ നമുക്ക് ഇത് ഞാനാകെ ഇത് മീഷോയിൽ വാങ്ങിയത് ഇത് 115 ഈ ഇത്രയും സെറ്റ് വാങ്ങിയത്. 150 എന്ന് പറഞ്ഞാൽ ഫുള്ള് സെറ്റല്ല, ഈ യാണിൻ്റെ ഹുക്കിൻ്റെ ഇതെല്ലാമായിട്ട് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഹുക്കിൻ്റെ സൈസ് എത്ര നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹുക്കിൻ്റെ സൈസ് വരുന്നത് ഇതാണ്. ഹുക്ക് ഞാൻ വാങ്ങിയത്, ഇതിനെക്കൊണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് പരിചയപ്പെടുത്താനാണ് വന്നത്. ഇതിൻ്റെ സൈസ് 4 മീറ്ററാണ്, 4.5 ആണ്. പിന്നെ ഒരു ചെറിയ ഇതും വാങ്ങിയിട്ടുണ്ട്, ചെറിയൊരു ചെയിനെല്ലാം ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഹുക്ക് വാങ്ങിയിട്ടുണ്ട്. 12 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഹുക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതെന്താണെന്നറിയില്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളിപ്പം ബാക്കി വരുന്ന നൂലെല്ലാം അതിൻ്റെ ഉള്ളിൽ കൂട്ടിട്ട് തുന്നാനും, പിന്നെ മറ്റേത് ബാഗിലിളകുന്ന സൈഡിൽ വരുന്ന ഇത് ഉണ്ടാവില്ലേ, നമ്മൾ ഇടുന്ന ഭാഗം അത് ഇടാനും അതെല്ലാം തുന്നാനും ഉപയോഗിക്കുന്നതാണ്. അത് പല സൈസിന് ഇതാണ്, പല സൈസിലുണ്ട്. ഇതെനിക്ക് എന്താണെന്നറിയാം, ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതെനിക്ക് ഞാനൊരു യൂട്യൂബ് നോക്കിയിട്ടാണ് ഇതെല്ലാം പഠിച്ചത്, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഒരു സീസർ നിങ്ങൾക്കറിയാം, സീസറെല്ലാം വരുന്നുണ്ട്. പിന്നെ നൂല് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നൂല് വാങ്ങി. ഞാൻ വെച്ച് കുറച്ച് നൂല് വാങ്ങിയിട്ട് ഫസ്റ്റ് പരീക്ഷിച്ചു നോക്കാം. ഫസ്റ്റ് പരീക്ഷിച്ചപ്പോൾ ഞാൻ ബൊക്ക ആക്കി, പിന്നെ അതെല്ലാം ആക്കി, പിന്നെ ക്യാപ്പും ആക്കി. ഇതാണ് ഞാൻ ഫസ്റ്റ് വലിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി നൂല് വാങ്ങി. അപ്പോൾ ഇതൊന്നും അറിയാത്തവർക്ക് തുടക്കക്കാർക്കാണ് ഈ വീഡിയോ അല്ല ഗൈസ്. ഓക്കെ, ബൈ.